നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്ത് ഒട്ടേറെ ചർച്ചാ വിഷയമായ ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പാലാ നിയോജക മണ്ഡലം. പാലാ നിയോജക മണ്ഡലം നമുക്കറിയാം, കേരള കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായ KM മാണി ദീർഘകാലം പ്രതിനിധീകരിച്ച അല്ലെങ്കിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് റെക്കോർഡിട്ട ഒരു മണ്ഡലമാണ്. മാത്രമല്ല ആ മണ്ഡലത്തിൽ മാണി സി കാപ്പനും അതുപോലെ തന്നെ സാക്ഷാൽ KM മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണിയും തമ്മിലുള്ള വലിയ പോരാട്ടം, നേരത്തെ തന്നെ ജോസ് കെ മാണിയെ തോൽപ്പിച്ചിട്ടുള്ള പാരമ്പര്യം മാണി സി കാപ്പനുണ്ട്. ഇങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ് പാലാ മണ്ഡലം. ഇത്തവണ പാലാ ചർച്ചയാകുന്നത് മറ്റൊരു കാര്യത്തിൽ കൂടിയാണ്. അതായത് BJPയുടെ പ്രമുഖ നേതാവായ ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് മത്സരിക്കുന്ന മണ്ഡലമാണ്. BJP A ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിച്ച മണ്ഡലം കൂടിയാണ് ഈ പാലാ നിയമസഭാ മണ്ഡലം എന്നത്. അതായത് ഷോൺ ജോർജ് അവിടെ മത്സരിക്കുന്നു. BJP വലിയ രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്ന സംസ്ഥാനമൊട്ടാകെ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പാലാ മണ്ഡലം പിടിച്ചെടുക്കും, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി BJP ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയ മണ്ഡലമാണ് പാലാ. ആ പ്രവർത്തനങ്ങളുടെ ഫലം അത് പാലാ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകുമെന്ന് BJP അവകാശവാദം ഉന്നയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ഷോൺ ജോർജിൻ്റെ പ്രചാരണ പരിപാടികളെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ ജനപങ്കാളിത്തം ആ പ്രചരണ പരിപാടികളിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതടക്കമുള്ള ശ്രദ്ധ പതിഞ്ഞ മണ്ഡലമാണ് പാലാ നിയോജക മണ്ഡലം. ഈ പാലാ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ വിജയം നമ്മൾക്കൊപ്പമാകുമെന്ന് അവകാശവാദം ഉന്നയിച്ച പാർട്ടിയാണ് BJP. പരമ്പരാഗതമായി കേരള കോൺഗ്രസിനോടൊപ്പം നിന്ന പാർട്ടി, കേരള കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് KM മാണിയോട് ഒപ്പം നിന്ന നിയോജക മണ്ഡലമാണ് ഈ പാലാ നിയോജക മണ്ഡലം. പക്ഷേ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഫലം വരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. UDF സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പൻ അവിടെ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണിക്കിന് അതിനപ്പുറം ഒന്നും ചെയ്യാൻ അവിടെ പാലാ നിയോജക മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. KM മാണിയുടെ കുടുംബത്തിന് അത്രമാത്രം വൈകാരികമായ ബന്ധമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലാ. പക്ഷേ KM മാണിയുടെ മകനെ പാലാ മണ്ഡലം വീണ്ടും കൈവിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പൻ ഏതാണ്ട് 50,799 വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക്, അതായത് UDF പാളയത്തിൽ നിന്നും കേരള കോൺഗ്രസ് LDF പാളയത്തിലേക്ക് വന്ന പാർട്ടിയാണ്. അങ്ങനെ LDFൻ്റെ ജോസ് കെ മാണി, സാക്ഷാൽ KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് നേടാൻ കഴിഞ്ഞത് 47,808 വോട്ട് മാത്രമാണ്. 2,991 വോട്ടുകൾക്ക് മാണി സി കാപ്പൻ വിജയിക്കുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. ഷോൺ ജോർജ്, അതായത് BJP വളരെയധികം പ്രതീക്ഷ വച്ചിരുന്ന ഷോൺ ജോർജിന് 35,304 വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലാ നിയമസഭ അല്ലെങ്കിൽ പാലാ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത് 10,000-ൽ പരം വോട്ടുകൾ മാത്രമായിരുന്നു. 10,869 വോട്ടുകളായിരുന്നു BJPക്ക് ലഭിച്ചത്. UDFന് 69,000-ൽ പരം വോട്ടുകൾ ലഭിച്ചിരുന്നു. LDFന് 54,000-ൽ പരം വോട്ടുകൾ ലഭിച്ചിരുന്നു. എന്നാൽ BJP അതിൻ്റെ 10,000 എന്ന വോട്ട് വിഹിതം അത് 3 ഇരട്ടി വർദ്ധിപ്പിക്കുന്നു. UDFനും LDFനും ഇത്തവണ പാലാ മണ്ഡലത്തിൽ വോട്ട് കുറയുന്നു. വലിയ രീതിയിൽ BJPക്ക് പാലാ മണ്ഡലത്തിൽ വോട്ട് വർധനവുണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഏതാണ്ട് 24,000-ഓളം വോട്ടുകളാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ള ഉയർന്ന വോട്ട്. അതാണിപ്പോൾ 35,000-ആക്കി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് 10,869 വോട്ടുകളായിരുന്നു. എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലാ നിയോജക മണ്ഡലം എന്ന് നിസ്സംശയം പറയാം. അവിടെയാണ് മാണി സി കാപ്പൻ 2,991 വോട്ടുകൾക്ക് വിജയിച്ച് കയറിയതും.